നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. കേരളത്തിലെ CPM BJP ബന്ധം ആരോപണമല്ല, യാഥാർത്ഥ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള പോലീസ് ഇത്രയേറെ തരംതാണ ഒരു കാലം മുമ്പുണ്ടായിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഒരന്വേഷണവും നടത്തില്ല. വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള ശ്രമം സജീവമാണെന്നും VD സതീശൻ. പട്ടാമ്പി MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായി BJP. പട്ടാമ്പി പാലം വിഷയത്തിൽ MLA അനാസ്ഥ വെടിയണം. സുപ്രധാനമായ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന നിലപാടാണ് MLA സ്വീകരിക്കുന്നതെന്നും BJP നിയോജകമണ്ഡലം കമ്മിറ്റി. മുള്ളൂർക്കരയിൽ CPI മുൻ ലോക്കൽ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും BJPയിൽ. കേരള തമിഴ്നാട് അതിർത്തിയിലെ തെങ്ങിൻതോപ്പിൽ വൻ സ്പിരിറ്റ് ശേഖരം. 2700 ലിറ്റർ സ്പിരിറ്റ് പോലീസ് കണ്ടെടുത്തു. തോട്ടം സൂക്ഷിപ്പുകാരൻ അറസ്റ്റിൽ. തെങ്ങിൻതോട്ടം എരുത്തേമ്പതി സ്വദേശിയുടേതെന്ന് പോലീസ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധ ജ്വാലയുമായി CITU. ഷൊർണൂർ ടൗണിൽ പ്രതിഷേധ ജ്വാല തീർത്തത് CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കേരളം മുന്നോട്ടുവച്ച സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നും വയനാട് പ്രകൃതി ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും പ്രധാന ആവശ്യം. വാർത്തകൾ വിശദമായി. കേരളത്തിലെ CPM BJP ബന്ധം വ്യക്തമായി പുറത്തുവരികയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ പോലീസ് സേന ഇത്രയേറെ തരംതാണ ഒരു കാലഘട്ടം മുമ്പ് ഉണ്ടായിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഒരന്വേഷണവും നടത്താൻ പോകുന്നില്ലെന്നും വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും VD സതീശൻ തൃശൂരിൽ പറഞ്ഞു. കേരളത്തിലെ CPM BJP ബന്ധത്തിന് ഉദാഹരണമായാണ് EP ജയരാജന്റെ BJP ബന്ധങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതെന്ന് VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് EP പ്രകാശിനെ കണ്ടത്. ദല്ലാൽ നന്ദകുമാറിനെ കണ്ടതിനെ മാത്രമാണ് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത്. ഇപ്പോൾ ഇതിനെ തള്ളിപ്പറയുന്നതിൻ്റെ കാരണമെന്താണെന്ന് വ്യക്തമല്ല. CPM BJP ബന്ധം ഇപ്പോഴും ഉണ്ടെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷമാണ് ആരോപണം ഉന്നയിച്ചത്. കേരളത്തിലെ CPMന് BJPയുമായി ബന്ധമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ LDFന്റെ കൺവീനറായിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന EP ജയരാജന് BJPയിലെ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്നും പ്രകാശ് ജാവദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായിട്ട് ബന്ധമുണ്ടെന്നും ആക്ഷേപം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷം. അന്ന് CPMഉം EP ജയരാജനും മുഖ്യമന്ത്രിയും ഈ ആരോപണം നിഷേധിച്ചു. ഇപ്പം അത് സത്യമാണെന്ന് തെളിഞ്ഞു. പ്രതിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു. അദ്ദേഹം ത്യാഗപൂർണമായി ഒഴിയല്ലോ. അദ്ദേഹത്തിന് ഇപ്പോൾ എന്തുകൊണ്ടാണ് CPM ഈ വിഷയം പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് അവരുടെ ആഭ്യന്തര കാര്യം. പക്ഷേ അദ്ദേഹത്തിനും മാത്രമല്ല കേരളത്തിലെ CPMന് BJPയുമായി തെറ്റായ ബന്ധമുണ്ട്, ബിസിനസ് ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ച ആരോപണം ശരിയാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ EP ജയരാജൻ കണ്ടത് ന്യായീകരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടിയാണ് പ്രകാശ് ജാവദേക്കറിനെ EP ജയരാജൻ കണ്ടത് എന്നാണ് ഞങ്ങൾ ആരോപിച്ചത്. കേരളത്തിലെ പോലീസ് സേനയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം അധപ്പതിച്ച കാലമുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യില്ലെന്നാണ് SP പറയുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP ആരോപണ വിധേയനാണ്. അദ്ദേഹത്തിൻ്റെ അളിയന്മാരാണ് വിവിധ ജില്ലകളിൽ പിരിവ് നടത്തുന്നത്. ഭരണകക്ഷി MLA ഇതിനെ ന്യായീകരിക്കുകയാണ്. CPMന് പോലീസ് വിധേയപ്പെട്ടിരിക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGPയും തമ്മിൽ അച്ചുതണ്ടുണ്ടെന്നാണ് ആരോപണം. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചു വരുന്നത്. ഹേമ കമ്മിറ്റിയിൽ സർക്കാർ ഒരന്വേഷണവും നടത്തിയില്ല. ഇരകളുടെ മൊഴികളാണ് അതിലുള്ളത്. വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. മൊത്തം പോലീസ് സേനയുടെ തലയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിലെ പോലീസ് സേനയുടെ ചരിത്രത്തിൽ ഈ പോലീസ് സേനയും ആഭ്യന്തര വകുപ്പും ഇത്രമാത്രം അധപ്പതിച്ചൊരു അടിമക്കൂട്ടമായി മാറിയ രംഗമില്ല. സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു കേരളത്തിലെ പോലീസ്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, കേരളത്തിലെ പ്രതിപക്ഷം പോലീസിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BJP പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഹമ്മദ് മുഹസിൻ MLAയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് BJP സംസ്ഥാന വക്താവ് ശ്രീ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. എന്തിനും ഏതിനും കുറ്റം BJPക്കാണ്. 2023 ഡിസംബർ മാസത്തിൽ ഇവിടെ പാർലമെന്റ് സമ്മേളനം നടന്നു. കഴിഞ്ഞ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം. ആ സമ്മേളനത്തിൽ
അന്ന് വടകരയിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്ന ശ്രീ കെ മുരളീധരൻ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? തൊഴിലുറപ്പ് പദ്ധതിക്ക് കേന്ദ്രം പൈസ കൊടുക്കാനുണ്ടോ? കാരണം ഇവിടെ വലിയ ബഹളമായിരുന്നു കുറെ കാലം. തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രം പൈസ കൊടുക്കാത്തത് കാരണം പണിയെടുത്ത ആളുകൾക്ക് പൈസ കിട്ടാനുണ്ട്. പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മേലെ പട്ടാമ്പിയിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധ മാർച്ചിൽ ബി.ജെ.പി. നിയോജകമണ്ഡലം പ്രസിഡന്റ് വി.സി. സന്തോഷ് അധ്യക്ഷനായി. പട്ടാമ്പി നഗരസഭയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, പട്ടാമ്പി പാലത്തിലൂടെയുള്ള ഗതാഗത പ്രശ്നം പരിഹരിക്കുക, പട്ടാമ്പി പാലത്തിന്റെ കൈവരി ഉടൻ നിർമ്മിക്കുക, റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, പുതിയ പാലം ഉടൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ മാർച്ചിൽ എം.പി. മുരളീധരൻ, ഗോപി പൂവക്കോട്, അനിൽകുമാർ, ജയൻ മാസ്റ്റർ, സുമാ സത്യൻ, പൂക്കാട്ടിരി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി ഷൊർണൂരിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ഷൊർണൂർ ടൗണിൽ നടന്ന പ്രതിഷേധ ജ്വാല CITU സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും പല വിധത്തിൽ നമ്മുടെ ദേശീയ ഉത്ഗ്രഥനത്തിനും ഐക്യത്തിനും വിഘാതം സൃഷ്ടിക്കുന്ന പല മുദ്രാവാക്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ യൂണിയൻ ഇന്ത്യ എന്ന നമ്മുടെ രാഷ്ട്രം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മലയാളികൾ ജീവിക്കുന്ന കേരളത്തിന് അഭിമാനത്തോടു കൂടി പറയാം, ഈ 74 കൊല്ലത്തെ റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഉത്ഗ്രഥനത്തിന് തടസ്സമുണ്ടാക്കുന്നതോ ദേശീയ ഐക്യത്തിന് വിഷമം സൃഷ്ടിക്കുന്നതോ ആയ എന്തെങ്കിലും ഒരു മുദ്രാവാക്യം ഇന്ത്യയിൽ ഈ 3/4 നൂറ്റാണ്ടിനിടയിൽ ഉയർന്നു വരാത്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. എന്നും രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. വയനാട് പ്രകൃതി ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക, കേരളം മുന്നോട്ട് വെച്ച 25,000 കോടിയുടെ സാമ്പത്തിക പാക്കേജ് അനുവദിക്കുക, കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി നിർമ്മാണം ഉടൻ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CITU പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. ഭാസ്കരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VM. സുശീല, KR. വിജയൻ, ഡിവിഷൻ കമ്മിറ്റി ട്രഷറർ സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. ഡിവിഷൻ വൈസ് പ്രസിഡന്റ് V. വേണുഗോപാലൻ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം P. സിന്ധു നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുള്ളൂർക്കരയിൽ CPI മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും അടക്കമുള്ള നേതാക്കൾ BJP ദേശീയ തലത്തിൽ നടത്തുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഭാഗമായി മുള്ളൂർക്കര വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച യോഗത്തിലാണ് മുള്ളൂർക്കര പഞ്ചായത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടിക്കകത്തെ വിഭാഗീയതയെ തുടർന്ന് CPIയിൽ നിന്ന് രാജിവെച്ച നേതാക്കൾ അംഗത്വം സ്വീകരിച്ചത്. മുള്ളൂർക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മുന്നണിക്കകത്തെ വിഭാഗീയതയെ തുടർന്ന് രാജിവെച്ച CPI മുൻ ലോക്കൽ സെക്രട്ടറി വിജി ഷള്ളന്നൂർ, മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഭാസ്കരൻ, ലോക്കൽ കമ്മിറ്റി അംഗം പ്രഭാകരൻ, ബ്രാഞ്ച് സെക്രട്ടറി ഗംഗാധരൻ തുടങ്ങിയവരാണ് BJPയിൽ അംഗത്വമെടുത്തത്. ഇവരെ കൂടാതെ AIDR മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റ് മണികണ്ഠനടക്കം 27ഓളം പേർ BJPയിൽ അംഗത്വമെടുത്തു. പ്രസ്തുത യോഗം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് അംഗത്വ വിതരണം നൽകി ഉദ്ഘാടനം ചെയ്തു. മൂന്നാം വട്ടം അധികാരത്തിലെത്തിയതിനു ശേഷം പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള റീഅറേഞ്ച്മെന്റുകൾക്ക് വിധേയമാകാൻ വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനത്തിലാണ്. BJPയെ നമ്മുടെ രാജ്യത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ എല്ലാ മേഖലയിലും ജനാധിപത്യത്തെ ദീപവായു പോലെ സൂക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളതാണ്. BJPയിലെ ഏത് സാധാരണക്കാരനും ആ പാർട്ടിയുടെ ഏറ്റവും പരമമായിട്ടുള്ള പദവിയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. മണ്ഡലം പ്രസിഡന്റ് PR രാജ്കുമാർ അധ്യക്ഷനായി. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, ജില്ലാ ട്രഷറർ അനീഷ് മാസ്റ്റർ, ജില്ലാ വൈസ് പ്രസിഡന്റ് IN രാജേഷ്, ചേലക്കര മണ്ഡലം പ്രസിഡന്റ് PS കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
കേരള തമിഴ്നാട് അതിർത്തിയിലെ തെങ്ങിൻതോപ്പിൽ വൻ സ്പിരിറ്റ് ശേഖരം. 2700 ലിറ്റർ സ്പിരിറ്റാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് പിടികൂടിയത്. തോട്ടം സൂക്ഷിപ്പുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എഴുത്തേമ്പതി സ്വദേശിയുടേതാണ് തെങ്ങിൻതോട്ടം. കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള തെങ്ങിൻതോപ്പിൽ നിന്നാണ് വൻ സ്പിരിറ്റ് ശേഖരം പോലീസ് കണ്ടെടുത്തത്. എരുത്തേമ്പതി അണപ്പൂർ വില്ലൂന്നി എന്ന സ്ഥലത്ത് താമസിക്കുന്ന ജഗന്നാഥ പ്രഭു എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് തെങ്ങിൻതോട്ടം. തെങ്ങിൻതോപ്പിന് നടുവിൽ കുഴികളെടുത്ത് തെങ്ങിൻ പട്ടയിട്ട് മൂടിയ നിലയിൽ സൂക്ഷിച്ചിരുന്ന 35 ലിറ്റർ വീതം കൊള്ളാവുന്ന 78ഓളം ക്യാനുകളിലായി 2700 ലിറ്റർ സ്പിരിറ്റാണ് കണ്ടെടുത്തത്. തോട്ടം സൂക്ഷിപ്പുകാരനായ കൊഴിഞ്ഞാമ്പാറ കള്ളിയമ്പാറ സെന്തിൽകുമാറിനെ സ്പിരിറ്റ് കൈവശം വെച്ച കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ പോലീസ് സംസ്ഥാന വ്യാപകമായി ലഹരി മരുന്നിനെതിരെ നടത്തിവരുന്ന പ്രത്യേക പരിശോധനയുടെ ഭാഗമായും ഓണാഘോഷങ്ങൾ മുന്നിൽ കണ്ടുമാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തിയത്. നിലവിൽ നമ്മുടെ ഈ ഓണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ തമിഴ്നാട്ടിലെ ഉണ്ടായ സ്പിരിറ്റ് ശേഷം ഈ മേഖലകളിൽ നിന്ന് മദ്യം സ്പിരിറ്റ് കടത്തുന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് പോലീസ് ശേഖരിക്കുന്നുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിച്ച് ഡാൻസ് ഓഫ് ടീം ദിവസങ്ങളോളം ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ സാമ്പിൾ ഇന്ന് ഇവിടെ ഈ സ്ഥലം പരിശോധിച്ച സമയത്താണ് ഈ പറമ്പിൽ സ്ഥലങ്ങളിലായിട്ട് തെങ്ങുപട്ടിയുടെ അടിയിലായിട്ടും കുഴികളിലൊക്കെ ആയിട്ടും കൊടുത്ത രീതിയിലും മറ്റും 35 ലിറ്റർ കപ്പാസിറ്റിയുള്ള കന്നാസുകളിൽ സ്പിരിറ്റ് സൂക്ഷിച്ചായിട്ട് മനസ്സിലായിട്ടുള്ളത്. ചിറ്റൂർ ഡിവൈഎസ്പി കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ മീനാക്ഷിപുരം ഇൻസ്പെക്ടർ ശശിധരൻ, കൊഴിഞ്ഞാമ്പാറ ഇൻസ്പെക്ടർ അരുൺകുമാർ, സബ് ഇൻസ്പെക്ടർ സുജിത്ത് എന്നിവരടങ്ങുന്ന കൊഴിഞ്ഞാമ്പാറ പോലീസ് സംഘവും ഗ്രേഡ് SI വിനോദ്, സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ സൂരജ്, അനു, വിനോദ്, ഉമ്മർ ഫാറൂഖ്, അബ്ദുള്ള, രാജേഷ് എന്നിവരടങ്ങുന്ന പാലക്കാട് ജില്ലാ പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റ് കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെരുമ്പിലാവ് കരിക്കാട് നിയന്ത്രണം വിട്ട കാർ മതിലിൽ ഇടിച്ചുമറിഞ്ഞു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു. പഴഞ്ഞി കോട്ടോൽ സ്വദേശി മുബാറക് ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച പുലർച്ചെ കരിക്കാട് KK റീജൻസിക്ക് സമീപമാണ് അപകടമുണ്ടായത്. ശക്തമായ മഴയിൽ കാറിന്റെ ടയർ തെന്നിമാറി സമീപത്തെ വീട്ടുമതിലിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് പരിക്കേറ്റവരെ പെരുമ്പിലാവ് റെഡ് ഓൺ ആംബുലൻസ് പ്രവർത്തകൻ ഹാഷിറിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പൂക്കാട്ടുകുന്ന് റോഡിലെ വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പേരൂർ മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പൂക്കാട്ടുകുന്ന് റോഡിലെ നവീകരിച്ച അഴുക്കുചാൽ നിർമ്മാണത്തിലെ അപാകത പരിഹരിച്ച് റോഡിലെ വെള്ളക്കെട്ട് നീക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രവർത്തകർ ഉപരോധ സമരം നടത്തിയത്. പ്രവർത്തനത്തിന്റെ പേരിലും വ്യാപകമായ രീതിയിലുള്ള അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഇന്നും നാളെയും കൊണ്ട് അവസാനിക്കുന്നില്ല. ഇവിടെ നമുക്കറിയാം, കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു മുന്നേറ്റം കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിലൂടെ നടപ്പിലാക്കാൻ സാധിച്ചു. SLEC 1, അതിനുശേഷം SLEC 2 എന്ന പേരിൽ ഒരു കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി 5 കോടി രൂപയാണ് ഈ പഞ്ചായത്ത് ചെലവഴിച്ചത്. ആ 5 കോടി രൂപ എവിടെ പോയി എന്നത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ 5 കോടി രൂപ മണ്ണിൽ കുഴിച്ചിട്ടുകൊണ്ട്, അതുപോലെ തന്നെ ഈ CPM നേതാക്കന്മാരുടെ വയറ്റിൽ കുഴിച്ചിട്ടുകൊണ്ട് അതെല്ലാം അട്ടിമറിച്ച് പുതിയ ഒരു പദ്ധതിയായി 29 കോടി രൂപ പാസാക്കാൻ വേണ്ടി തീരുമാനിച്ച് അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് പഞ്ചായത്തും അധികാരികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് UP രവി അധ്യക്ഷനായി. UT രാജു, PS നാസർ, K പ്രേംദാസ്, T ഷാജി, മുരളി അതിർക്കാട്, K സുരേഷ്, രവികൃഷ്ണൻ, രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏകദേശം 3,90,000 രൂപ ചിലവിൽ അഴുക്കുചാൽ നവീകരിച്ചെങ്കിലും വെള്ളക്കെട്ടിന് പരിഹാരമായില്ലെന്നാണ് പ്രവർത്തകർ ആരോപിക്കുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്നാണ് വെള്ളക്കെട്ടുണ്ടായതെന്നും മഴ പെയ്താൽ പ്രദേശം ചെളിക്കുളമാകുമെന്നും പ്രവർത്തകർ പറയുന്നു. ഇതിനെതിരെ വിജിലൻസിന് പരാതി നൽകുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് രൂപത സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 1 KCYM റാലിയും യുവജന സംഗമവും സംഘടിപ്പിക്കും.
വധൂവരന്മാർക്ക് വസ്ത്രം നൽകുന്ന പദ്ധതിക്കും രൂപതയിലെ യുവജനങ്ങൾക്കുള്ള ഹെൽത്ത് കാർഡ് വിതരണ പദ്ധതിക്കും അന്നേ ദിവസം തുടക്കമാകുമെന്ന് KCYM ഭാരവാഹികൾ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനാ ശാക്തീകരണം, ലഹരിവിരുദ്ധ സമൂഹം, തൊഴിലും സംരംഭകത്വവും തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയാണ് റാലിയും സംഗമവും സംഘടിപ്പിക്കുന്നത്. വധൂവരന്മാർക്ക് വസ്ത്രം നൽകുന്ന പദ്ധതിക്കും രൂപതയിലെ യുവജനങ്ങൾക്കുള്ള ഹെൽത്ത് കാർഡ് വിതരണ പദ്ധതിക്കും സെപ്റ്റംബർ 1 തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യുവജനങ്ങൾക്ക് പാലക്കാട് രൂപതയിലെ എല്ലാ യുവജനങ്ങൾക്കും ഒരു KCYM ഹെൽത്ത് പ്രിവിലേജുകൾ, അതാണ് പ്രധാനമായിട്ടും. രണ്ടാമതായിട്ട് വെഡ്ഡിംഗ് ഡ്രസ്സുകളുടെ ഒരു കോസ്റ്റ്യൂം പ്രൊജക്റ്റ്, അതായത് പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് വിവാഹ വസ്ത്രങ്ങൾ നൽകുന്ന ഒരു സംരംഭം. ഈ 2 സംരംഭവും അന്നത്തെ ദിവസം തന്നെ പ്രൊജക്ട് ഇനാഗ്രേഷനും അതിനോടുകൂടി ചേർന്ന് നടത്തപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും അതിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവരും തന്നെ എത്തിച്ചേരണമെന്ന് സ്നേഹമായിട്ട്. KCYM പ്രസിഡന്റ് ബിബിൻ കുര്യൻ, ഡയറക്ടർ ഫാദർ ജോബിൻ മേലേമുറിയിൽ, വൈസ് പ്രസിഡന്റ് ബിൻസി പൗലോസ്, അഭിഷേക് പുന്നമടത്തിൽ, ഷാലിൻ ജോസഫ്, ഡൊമിനിക് തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മൈതാനത്തും പാടത്തും പറമ്പിലുമൊക്കെ കുടുംബവുമൊത്ത് ഉറക്കമൊഴിച്ചിരുന്ന് നാടകങ്ങൾ കണ്ടത് പലർക്കും ഇന്ന് മധുര സ്മരണകളാണ്. എന്നാൽ അങ്ങനെയൊരു നാടകകാലത്തെ തിരിച്ചുപിടിക്കുകയാണ് തൃശ്ശൂരിലെ ഒരു ഗ്രാമം. കേരളത്തിലെ പ്രമുഖ നാടക സമിതികളുടെ പ്രൊഫഷണൽ നാടകങ്ങളാണ് എടക്കളത്തൂരിലെ തട്ടിൽ കളിക്കുന്നത്. മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ ബഷീറിൻ്റെ നോവലിനെ ആസ്പദമാക്കി തിരുവനന്തപുരം സാഹിതി ചിട്ടപ്പെടുത്തിയ നാടകം അരങ്ങ് തകർക്കുകയാണ്. അച്ഛനും മക്കളും കൊച്ചുമക്കളും എന്നുവേണ്ട വീൽചെയറിൽ വരെ ഒഴുകിയെത്തിയ കാണികൾ. ഉള്ളുലയ്ക്കുന്ന രംഗങ്ങളിൽ അവർ ശ്വാസമടക്കി പിടിച്ചിരിക്കുന്നു. ഒടുവിൽ ഒരു മഴ നനഞ്ഞു കുളിർന്ന പ്രതീതിയിൽ നാടകത്തിന് തിരശ്ശീല വീണപ്പോൾ പോയ കാലത്തെ തിരികെ പിടിച്ചതിൻ്റെ ആനന്ദമായിരുന്നു സദസ്സിൽ. ശ്രീമാൻ ഒറ്റക്കണ്ണം പോക്കർ പോക്കറിന് വിളിച്ചവൻ. ഓ ശ്രീജിത്ത് പോക്കർ, താങ്കളുടെ വൈകാരിക വിമിഷ്ടങ്ങൾ ഞാൻ തിരിച്ചറിയുന്നു. പക്ഷെ ഇത്രയും ഹിംസാത്മകവും സ്ത്രീവിരുദ്ധവുമായ ഒരു പ്രസ്താവം ഈ ഭൂമികയുടെ ചരിത്രകാരൻ എന്ന നിലയിൽ ഞാൻ എങ്ങനെ പകർത്തിരുന്നു? സാങ്കേതികമായി ശ്രീ പോക്കർ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ധാർമ്മികമായി പിന്നെയും തടസ്സങ്ങളുണ്ട്. പുതിയ തലമുറയ്ക്ക് നാടകത്തിൻ്റെ ആവേശം പകർന്ന് എടക്കളത്തൂർ ഗ്രാമം പ്രൊഫഷണൽ നാടകത്തെ നെഞ്ചോട് ചേർക്കാൻ തുടങ്ങിയിട്ട് 37 വർഷങ്ങൾ പിന്നിട്ടു. എടക്കളത്തൂർ ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടകമേളയാണ് നാട്ടുകാർക്ക് എല്ലാ വർഷവും നാടകം കാണാൻ സ്ഥിരം വേദിയൊരുക്കുന്നത്. നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളെയും ഒരുമിച്ച് പിടിപ്പിക്കാവുന്ന 1000 പേരുള്ള ഒരു പ്രദേശമാണ് ഈ എടക്കളത്തൂർ. അതിനെല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു പ്രവർത്തന മേഖലയാണ് നാടകോത്സവം. ഈ നാടകോത്സവത്തിൽ എല്ലാവരും എത്തിച്ചേരുന്നു. ഈ നാടകോത്സവം ആരംഭിക്കുന്നത് 21 വർഷം മുമ്പാണ്. 2000 രൂപ മെമ്പർഷിപ്പ് എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ ആരംഭിച്ചത്. 2000 രൂപ അടച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇവർക്ക് നാടകം കാണാനായിട്ടുള്ള പാസ് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കും. അവിടെ കുടുംബസമേതം എല്ലാ വർഷവും 10 നാടകം കാണാനുള്ള അവസരം ഉണ്ടാകും. അതുപോലെ തന്നെ ആ 2000 രൂപയുടെ ബാങ്ക് ഇൻട്രസ്റ്റ് മാത്രമാണ് നമ്മൾ നാടകോത്സവത്തിന് ഉപയോഗിക്കുക. മറ്റു തുകകളൊക്കെ തന്നെ അഭ്യകാംക്ഷകളിൽ നിന്നും അതുപോലെ തന്നെ പരസ്യ ദാതാക്കളിൽ നിന്നുമൊക്കെ ശേഖരിച്ചുകൊണ്ടാണ്. ജില്ലയിലെ പ്രൊഫഷണൽ നാടകങ്ങളുടെ ആദ്യ വേദിക്ക് തുടക്കമാകുന്നതും എടക്കളത്തൂർ നാടകോത്സവത്തിലൂടെയാണ്. ഇക്കുറി 8 നാടകങ്ങളാണ് 8 ദിവസമായി എടക്കളത്തൂരിലെ അരങ്ങിലെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ CPM BJP ബന്ധം ആരോപണമല്ല യാഥാർത്ഥ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ.
കേരള പോലീസ് ഇത്രയേറെ തരം താണ ഒരു കാലം മുമ്പുണ്ടായിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഒരന്വേഷണവും നടത്തില്ല. വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള ശ്രമം സജീവമാണെന്നും വി.ഡി. സതീശൻ. പട്ടാമ്പി എം.എൽ.എ. ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായി ബി.ജെ.പി. പട്ടാമ്പി പാലം വിഷയത്തിൽ എം.എൽ.എ. അനാസ്ഥ വെടിയണം. സുപ്രധാനമായ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന നിലപാടാണ് എം.എൽ.എ. സ്വീകരിക്കുന്നതെന്നും ബി.ജെ.പി. നിയോജകമണ്ഡലം കമ്മിറ്റി. മുള്ളൂർക്കരയിൽ സി.പി.ഐ. മുൻ ലോക്കൽ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും ബി.ജെ.പിയിൽ. കേരള തമിഴ്നാട് അതിർത്തിയിലെ തെങ്ങിൻതോപ്പിൽ വൻ സ്പിരിറ്റ് ശേഖരം. 2700 ലിറ്റർ സ്പിരിറ്റ് പോലീസ് കണ്ടെടുത്തു. തോട്ടം സൂക്ഷിപ്പുകാരൻ അറസ്റ്റിൽ. തെങ്ങിൻതോട്ടം എരുത്തേമ്പതി സ്വദേശിയുടേതെന്ന് പോലീസ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധ ജ്വാലയുമായി CITU. ഷൊർണൂർ ടൗണിൽ പ്രതിഷേധ ജ്വാല തീർത്തത് CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കേരളം മുന്നോട്ട് വച്ച സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നും വയനാട് പ്രകൃതി ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും പ്രധാന ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.